എല്ലാവർക്കും നമസ്കാരം. ഒരു വാർത്ത നിങ്ങളോട് പറയാനുണ്ട്. ഗുരുവായൂരിൽ കഴിഞ്ഞ ദിവസം നടന്നൊരു സംഭവമാണ്. ഒരു കുടുംബത്തിന് വളരെ ഷോക്കായി പോവുമായിരുന്ന ഒരു സംഭവം. അത് ഗുരുവായൂരപ്പൻ്റെ കൃപയാൽ കുറച്ച് ആളുകളുടെ വളരെ മനോഹരമായ ഇടപെടൽ കാരണം അവർക്ക് അത് തിരിച്ചു കിട്ടി. പലരും വാർത്തയൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും, എങ്കിലും അറിയാത്തവർക്കായിട്ട് ഇത് പറയുകയാണ്, എല്ലാവരിലേക്കും എത്തിക്കുക. ഗുരുവായൂരിൽ നടന്നതായതുകൊണ്ട് തന്നെ നിങ്ങളോട് ഇത് പറയാൻ വളരെ സന്തോഷമാണ്. എന്താണെന്ന് വെച്ചാൽ ഭഗവാന്റെ ഒരു സാന്നിധ്യം ഇതിലുണ്ടാവും എന്നുള്ളത് തന്നെയാണ്. മറന്നുവെച്ച 40 പവൻ സ്വർണം ഉടമയ്ക്ക് കൈമാറി. എന്താണ് സംഭവം? ഗുരുവായൂർ ഹോട്ടലിൽ ചായ കുടിച്ച് മടങ്ങിപ്പോയവർ മറന്നുവെച്ചത് 40 പവൻ സ്വർണ്ണാഭരണങ്ങൾ. മേശപ്പുറത്തുനിന്ന് കിട്ടിയ ബാഗ് ജീവനക്കാരും മാറ്റിവെച്ചു. അല്പസമയം കഴിഞ്ഞ് ബാഗ് അന്വേഷിച്ച് ഉടമയെത്തി തുറന്നു നോക്കിയപ്പോൾ തങ്ങളുടെ സ്വർണം അതിൽ തന്നെയുണ്ട്. പിന്നീട് പോലീസിന്റെ സാന്നിധ്യത്തിൽ ആഭരണങ്ങൾ കൈമാറി. പടിഞ്ഞാറേ നടയിലെ ഇന്ത്യൻ കോഫി ഹൗസിൽ ബുധനാഴ്ച രാവിലെയായിരുന്നു സംഭവം. പയ്യോളി സുരഭിയിൽ സതീഷ് ബാബുവിൻ്റെതായിരുന്നു 40 പവൻ സ്വർണമടങ്ങിയ ബാഗ്. കുടുംബസമേതമായിരുന്നു ഇവർ ഹോട്ടലിലെത്തിയത്. ഭക്ഷണം കഴിച്ച ശേഷം അടുത്തുള്ള ലോഡ്ജിലേക്ക് മടങ്ങി. അതിനുശേഷം ഹോട്ടലിലെ അതേ സീറ്റിൽ മറ്റൊരു കുടുംബം വന്നിരുന്നു. അപ്പോഴും ബാഗ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. ജീവനക്കാരായ ജയപ്രകാശ്, രമേശ് ബാബു എന്നിവർ ബാഗ് എടുത്ത് മാറ്റിവെച്ചു. ലോഡ്ജിലെത്തി വിശ്രമിക്കുമ്പോഴായിരുന്നു ബാഗ് നഷ്ടപ്പെട്ടത് സതീഷ് ബാബു അറിഞ്ഞത്. വിവരമറിഞ്ഞ് ഭാര്യ മുറിയിൽ തളർന്നു വീണു. ടെമ്പിൾ സ്റ്റേഷനിൽ CI രഞ്ജിത്ത്, SIമാരായ K ഗിരി, VP അഷ്റഫ് എന്നിവരുടെ സാന്നിധ്യത്തിൽ ജീവനക്കാർ സ്വർണം ഉടമയ്ക്ക് കൈമാറുകയായിരുന്നു. അടുത്തിടെ വിവാഹം കഴിഞ്ഞ മകളുടെ സ്വർണ്ണമാലയും മറ്റു ആഭരണങ്ങളുമായിരുന്നു ബാഗിൽ. വീട്ടിൽ ആരുമില്ലാത്തതിനാൽ സുരക്ഷ ഉറപ്പാക്കാനാണ് സ്വർണം ഗുരുവായൂരിലേക്ക് കൊണ്ടുവന്നതെന്ന് സതീഷ് ബാബു പോലീസിനോട് പറഞ്ഞു. എന്തു തന്നെയായാലും ആ കുടുംബത്തിന് ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഉണ്ടായി എന്ന് സത്യം തന്നെയാണ്. അല്ലെങ്കിൽ ഇത്രയും വലിയ ഒരു സ്വർണ്ണാഭരണങ്ങളൊക്കെ ഉള്ള ഒരു ബാഗ് ആർക്കെങ്കിലും കിട്ടിയാൽ ഗുരുവായൂരിലായതുകൊണ്ട് ഒരു പക്ഷേ തിരിച്ചു കൊടുത്തേക്കാം. എന്തു തന്നെയായാലും ആ ഹോട്ടലുകാരുടെ ഇടപെടലും എല്ലാം മനോഹരമായിട്ട് തന്നെ കാര്യങ്ങൾ ശുഭപര്യവസായിയായിട്ട് മാറിയിരിക്കുകയാണ്. ഇതിൽ നിങ്ങളൊക്കെ സംശയത്തോടൊക്കെ പലതും ചോദിക്കുന്നുണ്ടാവും, സംശയങ്ങൾ ഉണ്ടാവാം. വീട്ടിൽ നിന്ന് എന്തിനാണ് ഇത്രയും ദൂരം റിസ്ക് എടുത്ത് ഇത്രയും സ്വർണം കൊണ്ടുപോയത്? വഴിയിലൊക്കെ പോലീസ് പിടിച്ചാലൊക്കെ പ്രശ്നങ്ങളാവില്ലേ? പക്ഷേ പോലീസ് പിടിക്കുമ്പോൾ കല്യാണത്തിന് എടുക്കുന്നതല്ലേ ഗോൾഡ്, അപ്പോൾ അതിൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഇങ്ങനെ കൊണ്ടുപോകേണ്ടിയിരുന്നു. ഓരോരുത്തർക്കും തന്നെ വിശ്വാസം ഉണ്ടാവുള്ളൂ. വീട്ടിൽ അത്രയും ഗോൾഡൊക്കെ വെച്ച് പൂട്ടിപ്പോകുമ്പം പല പ്രശ്നങ്ങളും ഉണ്ടാവാം. പക്ഷേ ഇതൊരു റിസ്ക് എടുത്ത യാത്ര തന്നെയായിരുന്നു. ഗുരുവായൂർ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഗുരുവായൂർ പോയാൽ തന്നെ ലോഡ്ജിലൊക്കെ വെച്ച് പോവാതെ ലോഡ്ജിൽ വെച്ച് പോകാൻ പറ്റുമോ എന്നുള്ളത് അതും സുരക്ഷയുടെ പ്രശ്നമാണ്. കൊണ്ട് നടക്കുക അതും സുരക്ഷയുടെ പ്രശ്നമാണ്. മൊത്തത്തിൽ സുരക്ഷയാണ് ഇത്രയും വലിയ എമൗണ്ട് ഒക്കെ ആയിട്ട് പോകുമ്പോൾ. ഇനിയെങ്കിലും അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഇത്രയും വലിയ എമൗണ്ടുകളൊന്നും കയ്യിൽ വെക്കാതെ സൂക്ഷിക്കുക. എങ്കിലും ഭഗവാൻ കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ഇത് തിരിച്ചു കിട്ടിയത്, അതിലൊരു സംശയമില്ല. എന്ത് തന്നെയായാലും ഗുരുവായൂർ ഉത്സവമൊക്കെ തുടങ്ങാൻ പോവാണ്. അറിയാലോ, സഹസ്രകലശം ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. കുട്ടികൾക്ക് നാലമ്പലത്തിലേക്ക് 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് നാലമ്പലത്തിലേക്ക് പ്രവേശനങ്ങളൊന്നുമില്ല. ഉത്സവ ലഹരിയിൽ ഉത്സവത്തെക്കുറിച്ചുള്ള വിശദമായ വാർത്തകൾ നമ്മൾ പിന്നീട് ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവരും ഇന്ന് ഗുരുവായൂർ ആരൊക്കെ ഉണ്ട് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഈ വാർത്തകളൊക്കെ നിങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുക. ഹരേ കൃഷ്ണ.